നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള സംസ്ഥാന പര്യടനം പൂർത്തിയാക്കാതെ ടി.വി.കെ നേതാവായ വിജയ് മടങ്ങി എന്നുള്ളൊരു വിവരം കൂടിയുണ്ട് കേട്ടോ. വൻ ജനക്കൂട്ടം ഒഴുകിയെത്തിയതോടെ അർദ്ധരാത്രി കഴിഞ്ഞിട്ടും പര്യടന സ്ഥലമായ പെരമ്പല്ലൂരിലെത്താൻ വിജയ്ക്കായില്ല. ഇതോടെയാണ് പര്യടനം അവസാനിപ്പിച്ച് വിജയ് മടങ്ങിയത്. കെ.ബി. ശ്രീധരനാണ് വിവരങ്ങളുമായി നമ്മുടെ കൂടെയുള്ളത്. ശ്രീധരൻ, ഗുഡ് മോർണിംഗ്. വലിയ ജനക്കൂട്ടമാണ്. കഴിഞ്ഞ ദിവസം വിജയുടെ വാക്കുകളൊക്കെ കേട്ടതാണ്. സർക്കാരിനെതിരെയൊക്കെ ആഞ്ഞടിക്കുന്നുണ്ടായിരുന്നു. ഈ ജനപങ്കാളിത്തം ഇത്രത്തോളം കൂടിയതോടെ പര്യടനം പൂർത്തിയാക്കാതെ മടങ്ങുകയാണ് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. എന്താണ് കൂടുതൽ അറിയുന്നത്? എങ്ങനെയാണ് പിരിഞ്ഞു പോകേണ്ടതായിട്ട് വന്നതൊപ്പം ഈ ജനക്കൂട്ടം മറ്റു പാർട്ടികൾക്കൊക്കെ ആശങ്കയുണ്ടാക്കുന്നുണ്ടോ? പൂജ, ഗുഡ് മോർണിംഗ്. ഈ വിജയുടെ പരിപാടികൾക്കെല്ലാം തമിഴ് ജനത ഒഴുകിയെത്തുന്ന ഒരു അവസ്ഥ തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കാണാൻ കഴിയുന്നത്. ആദ്യ സമ്മേളനമായ മധുരയിൽ നടന്ന ആ സമ്മേളനത്തിൽ തന്നെ അത് വ്യക്തമായതാണ്. ഏതായാലും ഇന്നലെ ഒരു പര്യടനമായിരുന്നു തിരുച്ചിറപ്പള്ളി മേഖലയിൽ നടത്തിയത്. ആദ്യ പര്യടന സ്ഥലത്തേക്ക് തന്നെ ട്രിച്ചി എയർപോർട്ടിൽ നിന്ന് അദ്ദേഹത്തിന് എത്തിച്ചേരാൻ കഴിഞ്ഞത് 6 മണിക്കൂറോളം വൈകിയാണ്. അത്രയും വലിയ ജനസഞ്ചയം അവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം അരിയല്ലൂർ, അതുപോലെ തന്നെ പെരമ്പല്ലൂർ, ഇങ്ങനെ 3 ഇടങ്ങളിലാണ് ഇന്നലത്തെ സംസ്ഥാന പര്യടനം നിശ്ചയിച്ചിരുന്നത്. ഇതിൽ അരിയല്ലൂരിൽ എത്തിയപ്പോൾ തന്നെ നേരം വളരെ വൈകിയിരുന്നു. ഇതിനുശേഷം പെരമ്പല്ലൂരിലേക്ക് എത്തിച്ചേരാൻ വിജയ്ക്ക് ആയില്ല. ഇതോടുകൂടിയാണ് അദ്ദേഹം ഈ പര്യടനം ഇന്നലെ പാതി വഴിയിൽ നിർത്തി ചെന്നൈക്ക് മടങ്ങിയത്. ഏതായാലും DMK-ക്കും BJP-ക്കുമെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് സംസ്ഥാന പര്യടനത്തിലുടനീളം വിജയ് സംസാരിച്ചത്. അതിൽ DMK-ക്ക് ബദൽ TVK ആണ്, വിജയ് ആണ് എന്ന തരത്തിൽ ഊട്ടിയുറപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് പ്രതിപക്ഷ ശബ്ദം എന്നുള്ളത് TVK ആണ് എന്ന് പറഞ്ഞു വെക്കുക തന്നെയാണ് വിജയ് ചെയ്യുന്നത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ വിജയുടെ പരിപാടിക്ക് വരുന്ന ആൾക്കൂട്ടം മറ്റ് പാർട്ടികളുടെ നെഞ്ചിടിപ്പ് ഏറ്റുമുതൽ കാര്യത്തിൽ ശരിയാണ്. അത്രത്തോളം വലിയ